വാരാണസിയിലെയും മധുരയിലെയും മസ്ജിദുകൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ച് നൽകിയ ഹർജികൾ കീഴ്ക്കോടതികൾ ഫയലിൽ സ്വീകരിച്ചു, സർവേക്ക് ഉത്തരവിട്ടു. 4 പേർ കൊല്ലപ്പെട്ട സംഘർഷത്തിന് കാരണമായ സമ്പലിൽ മസ്ജിദ് ഭാരവാഹികളുടെ ഭാഗം കേൾക്കുക പോലും ചെയ്യാതെയാണ് സർവേ നടത്താൻ വളരെ ധൃതിയിൽ ഏകപക്ഷീയമായി കോടതി ഉത്തരവിട്ടത്. സർവമതസ്ഥന്റെയും തീർത്ഥാടന കേന്ദ്രമായ അജ്മീർ ദർഗയുടെ അവകാശം സംബന്ധിച്ചുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ആരാധനാലയങ്ങൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ച് രാജ്യത്തെ വർഗീയമായി പിളർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ആരാധനാലയങ്ങളുടെ മതസ്വഭാവം 1947 ആഗസ്റ്റ് 15 എന്തായിരുന്നോ, അതായത് നമ്മൾ സ്വാതന്ത്ര്യം നേടുമ്പോൾ എന്തായിരുന്നോ ഓരോ ആരാധനാലയത്തിൻ്റെയും അവസ്ഥ, അത് നിലനിർത്തണമെന്ന് അനുശാസിക്കുന്ന 1991 ആരാധനാലയ സംരക്ഷണ നിയമം നിലനിർത്തേണ്ടതും ഫലപ്രദമായി നടപ്പാക്കേണ്ടതും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും അനിവാര്യമാണ്. അല്ലെങ്കിൽ തോന്നലുകളുടെ ഭാഗമായുള്ള ആവശ്യങ്ങൾ വർഗീയ സംഘർഷം വളർത്തിയെടുക്കുന്ന ഹീനമായ ഉദ്ദേശത്തോടെ ആവർത്തിച്ചു എന്ന് വരും. ഈ സാഹചര്യത്തിലാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജി കോടതിയുടെ മുൻപാകെ ഉള്ളത് നാം ഓർക്കേണ്ടത്. അതിൽ പലരും കക്ഷി ചേർന്നിട്ടുണ്ട്. ഏതായാലും അത്തരമൊരവസ്ഥ നിലനിൽക്കേണ്ടതാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയും ആ കാര്യത്തിൽ കോടതിയിൽ കക്ഷി ചേർന്ന് ആ കേസിൽ വാദം നടത്തുകയാണ്. ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസങ്ങൾ നീതിപൂർവമായി സംരക്ഷിക്കാൻ നിലകൊള്ളുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ മതത്തെ മറയാക്കി വിദ്വേഷം പടർത്തുന്നവർ അവരെ ആ വഴിക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവർക്കെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല.